അപ്പുക്കുട്ടൻ ടു ടോണി ഐസക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസം, അജഗജാന്തരമാണ്. അപ്പോൾ അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് മണ്ടത്തരത്തിന്റെ പ്രതീകമാണ്, 100% മണ്ടത്തരം. ടോണി ഐസക് എന്ന് പറഞ്ഞാൽ കുടിലതയുടെ പ്രതീകമാണ്. അതിനേക്കാൾ ക്രൂരതയുള്ള കഥാപാത്രങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ. ഇത്രയും ഞാൻ അനുസരിച്ച് കറക്റ്റായിട്ട് നിന്നിട്ടുള്ള ഒരു പടം വേറെ ഇല്ല. ശരിക്കും എനിക്ക് അവരെ പേടിയായിരുന്നു സത്യം. ഒരു രീതിയിൽ അവരെന്നെ ശാസിച്ചു, ആ രീതിയിൽ ഞാൻ അത് അനുസരിച്ചു. ഒരു ട്രോൾ അണിയിച്ചൊരുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇന്ന് ചെയ്യല്ല, കമ്പ്യൂട്ടറിൽ ചെയ്യല്ല, അതെന്ത് ചെയ്യാൻ പറ്റും, എന്ത് ക്യാപ്ഷൻ അവിടെ കൊടുക്കണം, എന്ത് ഡയലോഗ് കൊടുക്കണം, ഏത് ജഗദീഷിന്റെ ഏത് ഷോട്ട് ഇടണം എന്ന് ആലോചിച്ച് ഒരുപാട് പ്രക്രിയകൾക്ക് ശേഷമാണ് ഒരു നല്ല ട്രോൾ വരുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യരുതെന്ന് വിചാരിച്ചാണോ നിങ്ങൾ ട്രോൾ ചെയ്യുന്നത്? നിങ്ങൾ ട്രോൾ ചെയ്താൽ അത് തന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്യും. മൺസൂൺ കാരണം ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും. 11 മണിയാകുമ്പോൾ ചോറ് വേണം പറയും, 3 മണിക്ക് ലൈം ടീ വേണമെന്ന് പറയും, 4 മണിക്ക് സ്നാക്സ് വേണമെന്ന് സെറ്റിലല്ലേ? അല്ല സെറ്റിലല്ല, വീട്ടില് പുള്ളി ശീലം കൂടുതലും സെറ്റില. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോ എനിക്ക് വാൽക്കണ്ണാടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, വാൽക്കണ്ണാടിയിലൂടെ കോളേജ് വിട്ട് വരുമ്പോൾ അന്നൊക്കെ ഉണ്ടല്ലേ? അന്ന് ജനിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റർ നോക്കി എന്തോരം മുടിയുണ്ടായിരുന്ന ആളാണ്. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഈ പരുവത്തിലായി. ഞാൻ ആ രീതിയിലല്ല പറഞ്ഞു. സിനിമയിലെ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ഭയങ്കര അത് തന്നെ ജീവിതത്തിലും ഞാൻ ചോദിച്ചായിരുന്നു. അതില് രജനീകാന്തിൽ ഒതുക്കാൻ പാടില്ലായിരുന്നു, അമിതാഭ് ബച്ചനെ കൂടെ കാണിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചിൻ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം, കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. ഹായ് ഹലോ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. പരിവാർ മൂവി വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഷൈനി ചേച്ചി, ജഗദീഷ് ഏട്ടൻ, ഉണ്ണിമായ ആൻഡ് പ്രശാന്ത് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ പരിവാർ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോ തൊട്ട് എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ്. എന്താണ് ഈ മൂവി ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ കഥ, എന്താണ് ഇതിന്റെ ജോണർ എന്നുള്ളത്. അപ്പൊ നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ പരിവാർ മൂവി? ആരാണ് എല്ലാവരും? എല്ലാവരും എന്ന് വെച്ചാൽ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ. ഓക്കെ, പരിവാർ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് എന്താണ്, ഈ പ്രൊമോഷൻ വന്നിരിക്കുമ്പോൾ ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവിയാണ് എന്നല്ല, ഇത് വ്യത്യസ്തമായ രീതിയിൽ ഒരു കഥയെക്കുറിച്ച് ചിന്തിക്കുന്ന രണ്ട് സംവിധായകർ, യുവ സംവിധായകർ, ഉത്സവ് ആൻഡ് ഫഹദ്, അവർ ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഇതേപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മൂവി അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ട അപ്രിസിയേഷൻ കിട്ടി. അതിനുശേഷം അവർ ഈ പരിവാർ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് വരികയാണ്. പരിവാർ എന്ന് പറയുമ്പോൾ വാറുണ്ട്, അതിനകത്ത് യുദ്ധമുണ്ട്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള യുദ്ധം, മത്സരം, കിടമത്സരം, അതെല്ലാം ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമായിട്ട് അവർ കൊണ്ടുവരുന്നത് ഒരു മോതിരമാണ്. ഈ മോതിരം ബാക്കിയുള്ള അംഗങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അല്പം രസകരമായിട്ടുള്ള രീതിയിൽ അവർ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതാണ് അവർ അവകാശപ്പെടുന്നത്. ആ അവകാശത്തിൻ്റെ കൂടെ, അവരുടെ ആ പ്രതീക്ഷയുടെ കൂടെ ഞങ്ങളെല്ലാവരും സഞ്ചരിച്ചു. അതാണ് പരിവാർ. അപ്പൊ നമുക്ക് ഈ മോതിരവും തോക്കും ഒക്കെ നമുക്ക് ആ പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും. ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോഴാണെങ്കിലും ഫീൽ ചെയ്തത്. ഇപ്പൊ നമുക്ക് ജഗദീഷ് ഏട്ടൻ ഇപ്പോൾ ക്യാരക്ടർ റോൾസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാവരും നോക്കി കാണുന്നതാണ് ജഗദീഷ് ഏട്ടൻ്റെ അടുത്തടുത്ത റോള്. പിന്നെയും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പ്രേക്ഷകർ ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന വേറെ കാര്യം, ജഗദീഷ് ഏട്ടൻ ഇതിൽ കോമഡി കഥാപാത്രമാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും ഈ ഒരു പരിവാർ മൂവി സെലക്ട് ചെയ്യാനുള്ള റീസണും? അല്ല, തീർച്ചയായിട്ടും കോമഡി എനിക്കിഷ്ടമാണ്, ഹ്യൂമർ എനിക്കിഷ്ടമാണ്. അത്തരത്തിലുള്ള ചിത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. എൻ്റെ ആ താല്പര്യം, എന്താ പറയുക, കോമഡിയോടുള്ള എൻ്റെ താല്പര്യം ഒരിക്കലും കെട്ടടങ്ങിയിട്ടില്ല. ഇന്നും ഞാൻ താല്പര്യത്തോടെ നോക്കി കാണുന്നത് കോമഡി തന്നെയാണ്. പക്ഷേ വ്യത്യസ്തതയാണ് ഒരു നടന് വേണ്ടത്. നടനായിരുന്നാലും നടിക്കായിരുന്നാലും വേണ്ടത് അവർ എല്ലാ രസങ്ങളും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുക എന്നുള്ള ഒരു ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്, എല്ലാവർക്കും. അപ്പോൾ ഏതെങ്കിലും ഹാസ്യരസം അല്ലെങ്കിൽ പിന്നെ ദുഷ്ടത്തരം, ഹാസ്യരസം പോലെ തന്നെ ദുഷ്ടത്തരം, വളരെ നെഗറ്റീവായിട്ടുള്ള ടോണി ഐസക്കിനെ പോലുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക റൊമാൻറ്റിക് ആയിട്ടുള്ള കഥാപാത്രം, പിന്നെ ഫാദർലി റോൾസ്, അച്ഛൻ്റെ വീവത്സം, എല്ലാം നവരസങ്ങൾ. അപ്പൊ നവരസങ്ങൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കിട്ടുന്ന അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തും. അന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് കൂടുതൽ
താല്പര്യത്തോടെ ഞങ്ങൾ ഇരിക്കുകയാണ്. ആണ് പ്രതീക്ഷയോടെ. ഇതിനകത്ത് തന്നെ ഹാസ്യമുണ്ട്, പറഞ്ഞു മനസ്സിലായില്ലേ, പല മനസ്സിലായി. വികാരങ്ങളുണ്ട്, എല്ലാ പല വികാരങ്ങളും രസങ്ങളുണ്ട്, ഉള്ള ഒരു movie കോപമുണ്ട്, അസൂയുണ്ട്, നിങ്ങൾ പരസ്പരമുള്ള തമ്മിൽ ഒരു മത്സരം. പ്രശ്നമുള്ളത് പോലെ ഈ പോസ്റ്റർ കണ്ടിട്ട് തോന്നുന്നുണ്ട്. പ്രശാന്ത് ഏട്ടനും ജഗദീഷ് ഏട്ടനും. അതാണ് ഈ പോസ്റ്ററിൽ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പ്രശാന്ത് ഏട്ടനിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് പണ്ട് തൊട്ടേ വാൽക്കണ്ണാടി പ്രോഗ്രാം കണ്ടു തൊട്ടേ അന്നൊക്കെ ഉണ്ടല്ലേ? അന്ന് ജനിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട് പണ്ട് തൊട്ടേ കണ്ട് വന്ന ഒരു മുഖം. കാണാൻ ഒരു വഴിയില്ല, അന്ന് യൂട്യൂബ് പോലും ഇല്ല. ഇല്ല, ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ടാ. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, പ്രായം കൂട്ടുണ്ടാന്ന് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെ, ചോദിച്ചില്ല. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോ എനിക്ക് വാൽക്കണ്ണാടി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെ, വാൽക്കണ്ണാടിയിലൂടെ കോളേജ് വിട്ട് വരുമ്പോ സിനിമ കണ്ടോണ്ടിരുന്ന അത് എത്രയോ പ്രേക്ഷകരുടെ ഫേവറേറ്റ് പ്രോഗ്രാം ആയിരുന്നു. അപ്പോ പ്രശാന്ത് ഏട്ടന്റെ ഇതിലെ ക്യാരക്ടറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ക്യാരക്ടറിന്റെ വിശേഷങ്ങൾ അല്ല, വിശേഷങ്ങൾ പറയേണ്ട, ക്യാരക്ടർ എന്താണ് ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. എന്റെ ക്യാരക്ടർ, ഞങ്ങൾ 5 ആൺമക്കൾ ഉള്ള ഒരു വീടിന്റെ കഥയാണ് പറയുന്നത്. അതില് 4ാമത്തെ ആണാണ് ഞാൻ, 3ാമത്തെ ആള് ജഗദീഷ് ചേട്ടൻ, 5ാമത്തെ ആള് ഋഷി, 2ാമത്തെ ആള് ഇന്ദ്രൻ ചേട്ടൻ അല്ലേ? അതെ. ഒന്നാമത്തെ ആളെ മരിച്ചുപോയി, ധർമ്മൻ. 1ാമത്തെ ആള് മരിച്ചുപോയി. അത് നമ്മൾ ഫോട്ടോ വെച്ചായിരുന്നല്ലോ. ധർമ്മന്റെ രാജംബിദേവേട്ടന്റെ ഫോട്ടോ. ധർമ്മന്റെ കഥാപാത്രം മരിച്ചുപോയി. പക്ഷെ ധർമ്മന്റെ ഭാര്യയുണ്ട്, അതാണ് നമ്മുടെ വെട്ടിയാരമ്മ ശോഭന ചേച്ചി. അതെ, അവരാണ് അഭിനയിക്കുന്നത്. ഞങ്ങളുടെ അച്ഛൻ ഒരു വലിയ മിടുക്കനായിരുന്നു. അയാൾക്ക് 2 ഭാര്യമാരിലാണ് ഈ 5 മക്കൾ. അതെ, ആണ്. അപ്പൊ പിന്നെ നമുക്ക് ഇപ്പോഴേ ഊഹിക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ കഥ പോകുന്നതെന്നുള്ളത്. 2 ഭാര്യ ഉള്ളതുകൊണ്ടാണെന്നല്ല, രോഗശൈലിയാണ് ഇപ്പൊ. അതെ, അയ്യോ, അത് യൂസ് ചെയ്യണ്ട കേട്ടോ. വേറെ ഞാൻ ആ രീതിയിലല്ല പറഞ്ഞു, അതിനുള്ള ശിക്ഷയായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഒന്നുകൂടെ ഞാൻ മോഡിഫൈ ചെയ്ത് പറയാം, ഇല്ലെങ്കിൽ അത് വേറെ മീനിങ് വരും. നമ്മൾ തന്നെ അതിനൊക്കെ എതിരായിട്ട് നിന്നിട്ട് 2 ഭാര്യമാര് അല്ലെങ്കിൽ 2 ഭാര്യമാരെ വിവാഹം കഴിച്ചതിന്റെ ശിക്ഷയായിട്ടാണ് ഇന്ന് രോഗശൈലിയാണ്. അതെ, കാരണം അങ്ങനെ ഒന്നും ക്രൂരത കാണിക്കാൻ പാടില്ല. ആണ്, അങ്ങനെയാണോ? ആദ്യത്തെ ഭാര്യ എന്തിനുപേക്ഷിച്ചു? എന്തിനുപേക്ഷിച്ചു? അത് ഇതിൽ കാണാൻ പറ്റുമല്ലോ നമുക്ക്. അത് ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ ഭാര്യ വന്നു. 2ാമത്തെ ഭാര്യ വന്നുകൊണ്ട് ഞങ്ങളെല്ലാം വന്നു, ഞങ്ങളെല്ലാം തമ്മിലടിച്ചു. അപ്പൊ ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഒതുങ്ങിയിരുന്നെങ്കിൽ ധർമ്മനുമായിട്ടുള്ള ഒരു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം മാക്സിമം. ഇതിപ്പോ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ടി വന്നല്ലേ. ഇപ്പം ഉണ്ണിമായയിലേക്ക് വരുവാണെങ്കിലും തിങ്കളാഴ്ച നിശ്ചയം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോ പറയുകയാണെങ്കിൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവര് എത്രയോ നമ്മളുടെ ചൈൽഡ്ഹുഡിലൊക്കെ എത്രയോ നല്ല നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട്. ജഗദീഷ് ഏട്ടനും അല്ല, പ്രശാന്ത് ഏട്ടനെ ഞാൻ പറഞ്ഞല്ലോ, വാൽക്കണ്ണാടി പ്രോഗ്രാം പണ്ടത്തെയാണല്ലോ. അപ്പോ ഇവരുടെ കൂടെ അഭിനയിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. ജഗദീഷ് ഏട്ടന്റെ ആക്ടിങ് കരിയറിന് ശരിക്കും എന്നെക്കാളും പ്രായമുണ്ട്. അപ്പൊ ഞാനൊരു സിനിമ കണ്ട സിനിമയോട് അഭിനയത്തിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ തുടങ്ങുന്നത് ഇവരുടെയൊക്കെ സിനിമ കണ്ടിട്ട് തന്നെയാണ്. പ്രശാന്ത് ഏട്ടനെ പറയുകയാണെങ്കിൽ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴാണ് ഈ വാൽക്കണ്ണാടി പ്രശാന്ത് ഏട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അന്നൊന്നും ഒരിക്കലും സ്വപ്നത്തെ പോലും നമ്മൾ കരുതുന്നില്ല നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരും, ഇങ്ങനെ മലയാള സിനിമയിലെ ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അതൊരു വലിയൊരു ഫഹദിനോട്, ഉത്സവിനോട്, എല്ലാവരോടും നന്ദി പറയും. പിന്നെ ഫാമിലിനോട് നന്ദി പറയണം അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ജഗദീഷ് ഞാൻ ഇവിടെ കുറച്ചു നേരമായി വന്നിട്ട്, അപ്പോ ഇവരുടെ ബോണ്ട് ഞാനിങ്ങനെ കാണുമായിരുന്നു. കുട്ടിയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ അവരുടെ സപ്പോർട്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആണല്ലേ? ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് എങ്ങനെയാണ് ഉണ്ണിമയോട് പെരുമാറേണ്ടതെന്ന് പോലും ഞാൻ ഒബ്സർവ് ചെയ്തതല്ലേ? മനസ്സിലാവും. ആണല്ലേ? സിനിമയിലെ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ഭയങ്കര ഡോമിനേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ്. ഭർത്താവിനേക്കാളും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ്, ബോൾഡ് ആയിട്ടുള്ള, ഭർത്താവിനേക്കാളും ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഉണ്ണിമായ ചെയ്യുന്നത്. മര്യാദ കൊച്ചിനെ നോക്കി ഇവിടെ ഇരുന്നോണെന്ന് രാവിലെ പറയും ഭർത്താവിനോട്. ആളിത് കേൾക്കുന്നുണ്ട്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡും ടെക്നീഷ്യനാണ്, സൗണ്ട് ഡിസൈനറാണ്, സിനിമ അറിയാവുന്ന ആളാണ്. ചരൺ വിനായക് എന്നാണ് പേര്. അപ്പൊ കല്യാണത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും സിനിമയിൽ ആക്റ്റീവ് ആവുന്നത്. ഞങ്ങൾക്കൊരു മോനുണ്ട്, 3 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അവനൊരു 6 മാസം ഉള്ളത് മുതൽ ഞാൻ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട്. പ്രണയവിലാസം ചെയ്തിരുന്നു അതിനിടയിൽ.
അപ്പോൾ എന്താ പറയുക, കല്യാണം കഴിച്ചാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും നമ്മളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒന്നും വിട്ട് കളയേണ്ടതില്ല. അത് ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ. ഇപ്പോൾ എനിക്ക് വർക്ക് വരുന്ന സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഷൂട്ടിന് വരും. ഇപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് കുഞ്ഞു വരെ ഇപ്പൊ കൃത്യമായിട്ട് 11 മണിയാകുമ്പോൾ ബിസ്ക്കറ്റും നാരങ്ങാവെള്ളം വേണമെന്ന് പറയും, വേണമെന്ന് പറഞ്ഞ് ഇച്ചിരി വരും. ചോറ് വേണമെന്ന് പറയും, 3 മണിക്ക് ലൈം ടീ വേണമെന്ന് പറയും, 4 മണിക്ക് സ്നാക്സ് വേണമെന്ന് പറയും. സെറ്റിലല്ലേ? അല്ല സെറ്റിലല്ല, വീട്ടില് പുള്ളി ശീലം കൂടുതലും സെറ്റില. അല്ല, അവന് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നോണ്ടാണ് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. ആണല്ലേ? നല്ല സപ്പോർട്ടാണല്ലോ. ആണല്ലേ? ഇപ്പൊ ഷൈനി ചേച്ചിയിലേക്ക് വരുവാണെങ്കിൽ, ഷൈനി ചേച്ചി നാടകം ചെയ്തിട്ടുണ്ട്, ഈ അടുത്തുള്ള ARM അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ഒരു മൂവി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? അതും ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ത്രൂ ഔട്ട് ഞാൻ ചെയ്യുന്നത് ഇതിനു മുന്നേ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സാറിന്റെ ഹൃദയഹാരിയായ പ്രണയകഥ, അതിനകത്തുള്ള അമ്പിളി എന്നുള്ള ക്യാരക്ടറിനെ കണ്ടിട്ടാണ് ഡയറക്ടേഴ്സ് എന്നെ വിളിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം അല്ലേ? പ്രത്യേകിച്ച് ജഗദീഷ് സാറിനെ പോലെയുള്ള ആർട്ടിസ്റ്റിന്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോ അതെ, ഭയങ്കര സന്തോഷം. പ്രശാന്ത് ഭായിയുടെ അനുജ ഏട്ടത്തിയമ്മ ആണ് ആണ്. ഓക്കെ. പ്രശാന്ത് ഭായി കാണാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ, മൊത്തം കുട്ടിത്താണ്. ഇങ്ങനെ ഇടയ്ക്ക് മുടിയൊക്കെ പിടിച്ച് ഒരു വലിയാണ്. വിഗാണോ? അങ്ങനെയൊക്കെ ചെയ്യല്ലേ? പിറകിൽ നിൽക്കുമോ ഈ ചെറിയ കുസൃതി ഉണ്ടല്ലോ. എന്റെ മുടി പിടിച്ച് വലിക്കുന്ന പറഞ്ഞു. നിങ്ങൾ പോസ്റ്റർ നോക്കി എന്തോരം മുടി ഉണ്ടായിരുന്ന ആളാണ്. ഓ ആണല്ലേ? ഷൂട്ട് കഴിഞ്ഞപ്പോ ഈ പരുവത്തിലായി. പരുവത്തിലായി. ഓക്കെ. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ റീസെന്റ് ഇറങ്ങിയ ഹോം, ഫാമിലി, ഫാലിമി, ഇതൊക്കെ വീട് ആയിട്ട് ബന്ധപ്പെട്ട് ടൈറ്റിൽ വരുന്ന മൂവീസ് ആണ്. അപ്പൊ ഇപ്പൊ പരിവാർ കൂടി വരുവാണ്. ഇപ്പൊ ഞാനിത് എടുത്ത് പറയാൻ കാരണം, ഹോമില് ഇതില് ലീഡ് ക്യാരക്ടറായി ചെയ്യുന്ന നമ്മുടെ ഇന്ദ്രൻ ചേട്ടനുണ്ട്, ഫാലിമിയില് എന്തായാലും ജഗദീഷ് ചേട്ടനുണ്ട്, പിന്നെ മീനാരാജ് ചേട്ടനുണ്ട്. അപ്പോൾ ഇതിപ്പോ പരിവാർ എന്നുള്ള ഒരു മൂവി ഇതിൽ ആഡ് ഓൺ ചെയ്യാണ്. അപ്പൊ ഈ 3 മൂവീസിനേക്കാളും എങ്ങനെയാണ് ഈ പരിവാർ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്? അത് തീർച്ചയായിട്ടും ഡിഫറെന്റ് ആണ്, യാതൊരു സംശയമില്ല. കാരണം പരിവാർ കാര്യമല്ലോ. അതെ, പരിവാർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഈ മത്സരമാണ് ഇതിനകത്ത് രസം പകരുന്നത്. ഹാസ്യം കൊണ്ടുവരുന്നത് അത് തന്നെയാണ്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോരടിക്കുന്നതാണ് ഇതിനകത്ത് ഹാസ്യവും നർമ്മവും ഒക്കെ കൊണ്ടുവരുന്നത്. അത് ചിരിയുടെ കുറേ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഈ കഥയായിട്ട് വന്നപ്പോൾ ഇതിനകത്ത് കഥയിൽ അത്യാവശ്യം നർമ്മവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും മതിയോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള 2 ഡയറക്ടേഴ്സിനാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഫഹദ് ആൻഡ് ഉത്സവ്. അവർ വളരെ കോൺഫിഡൻ്റ് ആണ്, ഇത് ഇത്രയും മതി, സിനിമ മാറിയിരിക്കുന്നു, കാലത്തിനനുസരിച്ചുള്ള ഇതിവൃത്തങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം. ഫസ്റ്റ് പടം ഞങ്ങളുടെ ഡിജിറ്റൽ വില്ലേജ്, അത് ഡിഫറൻ്റ് ആയിരുന്നു, അതിന് വേണ്ട അക്സെപ്റ്റൻസ് കിട്ടി. ഇത് ഈ രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വെള്ളം ചേർക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ ക്ഷമാപൂർവ്വം ഞങ്ങൾ പറയാണ്, ഞങ്ങളുടെ കഥയിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഇതിൽ നിങ്ങൾ സഹകരിച്ചാൽ മതി എന്നും പറയുന്നുണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് അഭിമാനം തോന്നി, കാരണം ഇത്രയും ആത്മവിശ്വാസത്തോടെ വരുന്ന 2 സംവിധായകർ. തീർച്ചയായിട്ടും അത് സിനിമയിൽ ഉടനീളം അഭിനയിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഞങ്ങളെയൊക്കെ വരച്ച വരയിൽ നിർത്തി, ഒരു വര അപ്പുറത്തോട്ട് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ പോകാൻ സമ്മതിച്ചില്ല. അപ്പം നമുക്ക് അഭിമാനം തോന്നി. കാരണം വെച്ചാൽ ഒന്നും ഇംപ്രവൈസ് ചെയ്യണ്ട, ഒരു കാര്യം ചെയ്യണ്ട, ഇതേപോലെ ഞങ്ങൾ പറയുന്ന പോലെ അഭിനയിക്കുക, ഞങ്ങൾ പറയുന്ന പോലെ ഡബ് ചെയ്യുക, ഞങ്ങൾ പറയുന്ന പോലെ മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞു ഞങ്ങൾ പറയുന്ന മ്യൂസിക് തന്നാൽ മതി. ബിജുബാല അതനുസരിച്ചു. ബിജുബാല വളരെ സീനിയറാണ്, പക്ഷെ ബിജുബാലും പറഞ്ഞു, സന്തോഷത്തിൽ പറഞ്ഞു, ഇന്ന മ്യൂസിക് മതി എന്ന് അവർ പറഞ്ഞു, അതിലവർ ഉറച്ചു നിന്നു. എഡിറ്റിംഗ് ഇന്ന രീതിയിൽ എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിലും അവരുടെ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സിനിമ എല്ലാം ഒരു ഫൈനലായപ്പോൾ ഞാൻ ചോദിച്ചു, മ്യൂസിക് കുറച്ചുകൂടെയൊക്കെ ഹ്യൂമറസ് ആക്കിയാൽ നന്നാവില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഈ മ്യൂസിക് തന്നെയാണ് ഇതിന് ആപ്റ്റ്, ഇത് കറക്റ്റ്, ഇതൊരു ഗുഡ് മൂവി ആയിരിക്കും, ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന ആ ആത്മവിശ്വാസമാണ് ഞങ്ങളെ ഇത്രയും സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ സംവിധായകരിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളും കൺഫ്യൂസ്ഡ് ആവും. എന്റെ സീനൊക്കെ റീടേക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം ഓക്കെ അല്ലാത്തതുണ്ട്. പിറ്റേ ദിവസം രാവിലെ വന്ന് ഇന്നലെ സാറിന്റെ ചേട്ടന്റെ സീൻ എടുത്ത് അത്ര നന്നായില്ല, അതൊന്നുകൂടെ അഭിനയിക്കണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്തു തരണം, ഞാൻ ചെയ്തു കൊടുത്തു. അപ്പൊ അത് അവരെ കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അതിന് അങ്ങനെ അഭിനയിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. തീർച്ചയായിട്ടും അവരുടെ കൺവിക്ഷനാണ് സിനിമ. അപ്പൊ ഞാൻ ആ സീൻ വീണ്ടും ഒന്നുകൂടെ ചെയ്തു കൊടുത്തു. അപ്പൊ അവർ വളരെ ഹാപ്പിയായി. അപ്പൊ ഇങ്ങനെ ഓരോ സംഭവത്തിലും നമ്മുടെ പേരിൽ ആധിപത്യം പുലർത്തിയ 2 ചെറുപ്പക്കാരാണ്. അല്ലാതെ തുടക്കക്കാരെന്ന നിലയിൽ അവര് എന്ത് വേണോ ചെയ്തോളൂ അങ്ങനെ. അവർക്ക് ധാരണയുണ്ട്, വ്യക്തമായ ധാരണയുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും പോകാൻ അവരാരെയും സമ്മതിച്ചിട്ടില്ല. ഇന്ദ്രൻസിനായാലും എന്നെ ആയാലും പ്രശാന്തിനായിരുന്നാലും ഇവരൊക്കെ കമ്പാരിറ്റീവ്ലി ബിഗിനേഴ്സ് ആണ്. ഇന്ദ്രൻസിനൊക്കെ ഏറ്റവും ഗംഭീര വേഷമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ദ്രൻസിനോട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2ാം ഊഴത്തില്
MT സാറിന്റെ രണ്ടാം പടത്തിലെ ഭീമൻ അതേപോലെ വേറൊരു ഭീമനാണ് ഇന്ദ്രൻ ചേട്ടന് തന്നിരിക്കുന്നത്. ഇതൊരു തീർച്ചയായിട്ടും ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻസ് ആദ്യം അത് ചിരിച്ചു തള്ളി, അഭിനയിച്ചതിന് ശേഷം ഇന്ദ്രൻസ് പറഞ്ഞു അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ഞാൻ ഏത് സൂപ്പർ താരങ്ങളെയും വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് ഇതിലെ ഭീമനായിട്ട് എന്നെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുള്ളതെന്ന് ഇന്ദ്രൻസും ഇന്ന് പ്രൊമോഷനിൽ രാവിലെ പറഞ്ഞല്ലേ. അപ്പൊ അത് നല്ല കാര്യമല്ലേ? അപ്പൊ ഇന്ദ്രൻസ് വളരെ അഭിമാനത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ കോൺഫിഡൻസ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ആണ് നമുക്ക് ആവശ്യം അല്ലേ? അതെ, പിന്നെ അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കണം. അതെ, അല്ലാതെ അവരുടെ ചിന്തകളിൽ നമ്മൾ വെള്ളം ചേർത്താൽ അവരുടേതല്ലാതെ ഒരു പ്രോജക്റ്റ് ആവും, ഞങ്ങളുടേതല്ലാത്ത ആവും. അങ്ങനെ ആരുടെയും അല്ലാത്ത പ്രോജക്റ്റ് ആവുന്നതിനേക്കാളും നല്ലത് സംവിധായകരുടെ മനസ്സിലുള്ള ആ ചിത്രമാക്കാൻ ഞങ്ങൾ എല്ലാവരും പരമാവധി സഹകരിച്ചു. ഞങ്ങൾ ഓരോന്നും അനുസരിച്ചു. ഇത്രയും ഞാൻ അനുസരിച്ച് കറക്റ്റായിട്ട് നിന്നിട്ടുള്ള ഒരു പടം വേറെ ഇല്ല. ശരിക്കും എനിക്ക് അവരെ പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും അയ്യോ, കുറച്ചൊരു പരിധി വരെ. കാരണം അവര് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവര് വേണം. ഒരു രീതിയിൽ അവരെന്നെ ശാസിച്ചു, ആ രീതിയിൽ ഞാൻ അത് അനുസരിച്ചു. അതിലെനിക്ക് സന്തോഷം. അതെ, പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അതില് നമ്മൾ അനുസരിക്കണം. നമുക്ക് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അവര് തന്നെ കൺഫ്യൂസ്ഡ് ആയി, നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. ഇതിപ്പോ അവര് ഉറപ്പിച്ചു പറഞ്ഞു ഇത് മതി ചേട്ടാ, ഇത് മതി, ഇത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷം തോന്നി. ഏറ്റവും കോൺഫിഡൻസ് ഉള്ള 2 സംവിധായകരാണ് അവര്. അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും നിന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അതിന്റെ കൂടെ നിന്നു. ഇവരെയൊക്കെ ഓരോ സംഭവങ്ങളും വീണ്ടും ആവശ്യമുള്ള വീണ്ടും ടേക്കൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ചെയ്യണം, ഇങ്ങോട്ട് ചെയ്യണം. ഷൈനിയുടെ അടുത്ത് പറഞ്ഞു അതൊന്നുകൂടെ ശരിയായില്ല, ഒന്നുകൂടെ ചെയ്യണം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരി, എങ്ങനെയാ വേണ്ടത്, ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചെയ്തു. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജഗദീഷ് ഏട്ടന് മലയാളം ഇൻഡസ്ട്രി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണോ ചെയ്യാവുന്നത് ഇതൊക്കെ. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അപ്പുക്കുട്ടനാണ്. അപ്പുക്കുട്ടനിന്ന് ടോണി ഐസക് എന്ന് പറയുന്നത് വലിയൊരു ചേഞ്ച് ആണ്. ടോണി ഐസക്കിനെ നമ്മൾ കാണുമ്പോൾ ഒരിക്കലും ഈ അപ്പുക്കുട്ടൻ ചെയ്ത ആളാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും ഒരു വ്യത്യാസമാണ്. അപ്പുക്കുട്ടൻ മാത്രമല്ല, അപ്പുക്കുട്ടൻ പോലെ തന്നെ ഒരുപാട്, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഡെയിലി ലൈഫിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന കുറേ ഡയലോഗ്സ് ഉണ്ട് ഇപ്പോഴും ജഗദീഷ് ഏട്ടന്റെ. ഒരുപാട് ഡയലോഗ്സ്, ഞാൻ മാത്രമല്ല ഇവനും. അതുപോലെ നാളെ അതെ. പിന്നെ ഏറ്റവും ഉള്ളത് താക്കോൽ ഇപ്പൊ എവിടെയാണ്, അത് എപ്പോഴും എല്ലാ ദിവസവും ഞങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. എനിക്ക് തോന്നുന്നത് ജഗദീഷ് ഏട്ടന്റെ പണ്ടത്തെ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ഇപ്പോഴത്തെ തലമുറ തന്നെയാണ്. അതെ, അത് വലിയൊരു വ്യത്യാസമല്ലേ. അപ്പുക്കുട്ടൻ ടു ടോണി ഐസക്. ഇപ്പോ പുതിയ സിനിമ വരാൻ പോകുന്നു, ഓഫീസ് ഓൺ ഡ്യൂട്ടി, ഇതുപോലെ ഒരുപാട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയും വളരെ അധികം സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിലും വളരെ സന്തോഷമുണ്ട്. ചന്ദ്രബാബു എന്നുള്ള KSRTC ബസ് കണ്ടക്ടറാണ് ഞാൻ. അതെ, അപ്പൊ ഇത്രയും ഒരു വ്യത്യാസം, അത് വലിയൊരു വ്യത്യാസം തന്നെയല്ലേ. തീർച്ചയായിട്ടും അപ്പുക്കുട്ടൻ ടു ടോണി ഐസക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്, അജഗജാന്തരമാണ്. അപ്പോൾ അപ്പുക്കുട്ടൻ എന്ന് പറയുന്നത് മണ്ടത്തരത്തിന്റെ പ്രതീകമാണ്, 100% മണ്ടത്തരം. ടോണി ഐസക് എന്ന് പറഞ്ഞാൽ കുടിലതയുടെ പ്രതീകമാണ്. അപ്പോൾ അതിൽ നിന്നും ആ ക്യാരക്ടർ ഇങ്ങനൊരു പരസ്യനടിയിൽ ഉണ്ടായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് വേഷങ്ങളും എന്നെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും എന്ന് സംവിധായകരാണ് ഇവിടെ തെളിയിച്ചത്. ഞാൻ തെളിയിച്ച വിഷയമല്ല ഇത്. സംവിധായകരാണ് ജഗദീഷിനെ കൊണ്ട് പലതും ചെയ്യിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച സംവിധായകർക്ക് എന്റെ ഈ മാറ്റവും വിജയവും ഞാൻ സമർപ്പിക്കുന്നു. മാർക്കോ ഇറങ്ങുന്നതിന് മുമ്പേ ജഗദീഷ് ഏട്ടൻ ഒരു ഹിന്റ് തന്നിട്ടുണ്ടായിരുന്നു, എന്തോ വലുത് വരാനിരിക്കുകയാണ്. മാർക്കോ എന്ന് പറയുന്ന എക്സ്ട്രീം വയലൻസ് ആയിരുന്നു. എനിക്കിങ്ങനെ കണ്ടിട്ട്, ജഗദീഷ് ഏട്ടനൊക്കെ കണ്ടിട്ട് എനിക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായില്ലായിരുന്നു. അതിനേക്കാൾ ക്രൂരതയുള്ള കഥാപാത്രങ്ങളെ കാത്തിരിക്കുകയാണ് ഞാൻ. ആണ്, ഓക്കെ, അതായിരുന്നു. അപ്പം ജഗദീഷ് ഏട്ടന് ഇനി അതിനേക്കാളും ഡബിൾ ക്രൂരതയുള്ള കഥാപാത്രങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഡയറക്ടേഴ്സിനോട്? കണ്ടത് വെറും ട്രെയിലർ. ടോണി ഐസക്കിനേക്കാളും ക്രൂരനായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പ്രൊവൈഡർ എനിക്ക് നല്ല സംവിധായകരും നല്ല വേഷങ്ങളും വരണം. അതേപോലെ അല്ലേ, അതേപോലെ തന്നെ ഇതില് സഹദേവനെ പോലുള്ള രസിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാം വേണം അല്ലേ, എല്ലാ വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. നമ്മൾ പുതുമയ്ക്ക് വേണ്ടി, വൈവിധ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ വേഴാമ്പലുകളാണ് അല്ലേ പ്രശാന്ത് ഏട്ടാ? എഗ്രി ചെയ്യുന്നില്ലേ അതിനോട്? ഇന്ത്യ ആൻഡ് കേരള. അതെ, എല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുന്ന മൈലുകളെ പോലെ അല്ലേ. അതെ, അപ്പൊ അങ്ങനത്തെ റോൾസും ഞങ്ങളും കാത്തിരിക്കുകയാണ് ജഗദീഷ്. തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കണ്ട, നിങ്ങൾക്ക് മാസാമാസം തരുന്നുണ്ട് അദ്ദേഹം. അതെ, ഓരോ മാസം പ്രൊമോഷൻ ഉണ്ട്. ഈ മാസത്തെ പ്രൊമോഷനാണ്, മാർച്ചിലെ പ്രൊമോഷനാണ് പരിവാർ. ഫെബ്രുവരിയിലെ പ്രൊമോഷൻ ആയിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജാനുവരിയിലെ പ്രൊമോഷൻ ആയിരുന്നു രേഖാചിത്രം.
അതെ ഇനി എല്ലാ ഇത് കഴിഞ്ഞ് movies- അടുത്ത മാസത്തെ പ്രൊമോഷനാണ് ആഭ്യന്തര കുറ്റവാളി, ഏപ്രിലുള്ള പ്രൊമോഷൻ. അതെ അപ്പൊ അതും ഇതുപോലത്തെ മെയിലെ പ്രൊമോഷനാണ് ധീരൻ. ഈശ്വര ഇതിനൊരു അവസാനം. ജൂണിലെ പ്രൊമോഷനാണ് നിവിൻ പോളി അഭിനയിക്കുന്ന ഡിയർ സ്റ്റുഡൻസ്. ആ പിന്നെ മാത്യു അഭിനയിക്കുന്ന ഒരു ചിത്രമുണ്ട്, പേരിട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. ഓക്കെ ജൂലൈ ജൂലൈ മൺസൂൺ കാരണം ചിലപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കും. അങ്ങനെ ഇതുപോലത്തെ അങ്ങനെ ഓരോ ചിത്രം ഇങ്ങനെ പ്രൊമോഷൻ, ഇതിലെല്ലാം നമ്മൾ പ്രൊമോഷൻ ഇങ്ങനെ ആ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കാനും അതിന് തയ്യാറെടുത്ത് ക്ഷമയോടെ അത് കേൾക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന പ്രേക്ഷകരോടുള്ള നന്ദി ഈ അവസരത്തിൽ അതെ രേഖപ്പെടുത്താം. അതുപോലെ അതെ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് എന്നാലും ഞാൻ ചോദിക്കണം, ജഗദീഷ് ഏട്ടൻ ഈ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, എനിക്ക് ട്രോൾസ് ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് ജഗദീഷ് ഏട്ടൻ പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇൻസ്പിറേഷൻ ആണ്, കാരണം ഞങ്ങളൊക്കെ ട്രോളർമാരുടെ സ്ഥിര ഇരകളാണ്. അപ്പം ജഗദീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ട്രോൾസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ എന്താ പറയാ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജഗദീഷ് ഏട്ടൻ ഒരു പാട്ട് പാടി ഇപ്പോ രജനീകാന്ത് ഇന്ത്യയിൽ നിന്ന് ഓടി പോകുന്ന. അങ്ങനെ ട്രോൾ വന്നിരുന്നു. അപ്പൊ അതുപോലത്തെ ട്രോൾസ് ശരിക്കും എൻജോയ് ചെയ്യുന്ന ആള് തന്നെയല്ലേ ജഗദീഷ് ഏട്ടൻ? പിന്നെ തീർച്ചയായിട്ടും അതില് രജനീകാന്തിൽ ഒതുക്കാൻ പാടില്ലായിരുന്നു, അമിതാഭ് ബച്ചനെ കൂടെ കാണിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ല അങ്ങനെയല്ല, ആ ട്രോൾ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രോളിൽ ഒരു കലാമൂല്യമുണ്ട്, ഇല്ലേ? അതിന്റെ പിന്നിൽ ഒരു ഭാവനയുണ്ട്. ആ ഭാവനയെ നമ്മൾ തീർച്ചയായിട്ടും വാഴ്ത്തണം. എത്രയോ നാളത്തെ ചിന്തയ്ക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ട്രോള്. ഒരു ട്രോൾ അണിയിച്ചൊരുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇന്ന് ചെയ്യല്ല, കമ്പ്യൂട്ടറിൽ ചെയ്യല്ല. അതെന്ത് ചെയ്യാൻ പറ്റും, എന്ത് ക്യാപ്ഷൻ അവിടെ കൊടുക്കണം, എന്ത് ഡയലോഗ് കൊടുക്കണം, ഏത് ജഗദീഷിന്റെ ഏത് ഷോട്ട് ഇടണം എന്ന് ആലോചിച്ച് ഒരുപാട് പ്രക്രിയകൾക്ക് ശേഷമാണ് ഒരു നല്ല ട്രോൾ വരുന്നത്. ആ ട്രോളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ആ ട്രോള് നമ്മളെല്ലാവരും ചിരിക്കും, വർഷങ്ങൾക്ക് ശേഷവും ഓർത്തിരിക്കും. എന്നോ പാടിയ പാട്ടിനെ കുറിച്ച് എന്നോ വന്ന ട്രോൾ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ട്രോള് എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ പാട്ട് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. ആ പാട്ട് അല്പമൊക്കെ എൻ്റെ പാട്ടിന് അല്പമൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ട്രോളുകൾ അധികം വരുന്നില്ല എൻ്റെ പാട്ടിനെ കുറിച്ച്, ആണല്ലേ? ഇന്നും അധികം വരുന്നില്ല. അപ്പൊ ട്രോളിലൂടെ നന്നായ ഒരു മനുഷ്യനാണ്. ട്രോള് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യരുതെന്ന് വിചാരിച്ചാണോ നിങ്ങൾ ട്രോൾ ചെയ്യുന്നത്, ഞാൻ അതിൽ പുരോഗമനവും ഒക്കെ വരുത്തും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളുടെ പരിവാർ ഇറങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. വലിയൊരു ഹിറ്റ് തന്നെ ആവട്ടെ, അല്ലേ? താങ്ക് യു സോ മച്ച്.